മലയാളത്തിന്റെ അനശ്വര ഭാവഗായകൻ പി ജയചന്ദ്രൻ ഇനി നിതാന്ത സ്മരണ. ഏറെക്കാലമായി വിവിധ രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നു. ദീർഘകാലം ഗാനരംഗത്ത് നിന്ന് വിട്ടുനിന്ന ശേഷം മടങ്ങിവരവിനുള്ള ഒരുക്കത്തിലായിരുന്നു. 80 വയസ്സാണ്. തൃപ്പൂണിത്തുറ രവിവർമ്മ കൊച്ചനീൻ തമ്പുരാന്റെയും സുഭദ്ര കുഞ്ഞുമ്മയുടെയും മകനായി. 1941 എറണാകുളം രവിപുരത്താണ് ജനനം. വളർന്നതും പഠിച്ചതും ഇരിഞ്ഞാലക്കുടയിലാണ്. 1958 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ യേശുദാസിനൊപ്പം പുരസ്കാരം നേടിയതോടെ ശ്രദ്ധേയനായി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി മുതൽ പ്രായം നമ്മിൽ മോഹം നൽകിയവരെ 100 കണക്കിന് ഹിറ്റ് ഗാനങ്ങൾ ജയചന്ദ്രന്റേതായി ഉണ്ട്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, ഭാവഗായകൻ പി ജയചന്ദ്രന് വിട, വിവരങ്ങൾ. അരണ്യം ഇന്ന് വൈകിട്ട് 7:54 മലയാളികളുടെ ഭാവഗായകൻ പി ജയചന്ദ്രൻ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അന്ത്യം വൈകിട്ട് ഇന്ന് 7 മണിയോടുകൂടി വീട്ടിൽ അവശനായി കാണപ്പെട്ടതിനെ തുടർന്ന് ഭാര്യയും മക്കളും ചേർന്ന് ഇന്ന് വൈകിട്ടോടുകൂടി 7 മണിയോടുകൂടി തൃശൂർ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ച് വേഗത്തിൽ തന്നെ സംഭവിച്ചതായാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. 7 മണിയോടുകൂടി അവശ നിലയിലായ ഗായകനെ ബന്ധുക്കൾ ചേർന്നുകൊണ്ട് തൃശൂർ അമല ആശുപത്രിയിൽ എത്തിക്കുന്നു. 7:54 മരണം സംഭവിക്കുന്നു എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചത്. ശ്വാസകോശ സംബന്ധമായ തടസ്സങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് മരണമെന്നും അവർ പറയുന്നു. അതോടൊപ്പം തന്നെയാണ് ഇതാണ് മരണകാരണമെങ്കിലും ദീർഘനാളുകളായി കരൾ രോഗത്തെ തുടർന്നും അർബുദ രോഗത്തെ തുടർന്നും അദ്ദേഹം തീർത്തും അവശനായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ച കാലത്തിലേറെയായി തൃശൂർ അമല ആശുപത്രിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ചികിത്സ നടന്നു വന്നത്. ഇന്നലെ വെന്റിലേറ്ററിലായിരുന്ന അദ്ദേഹത്തെ കുറച്ച് ശാരീരിക നില മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ വീട്ടിലേക്ക് മടക്കി അയക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായി. വീട്ടുകാരുടെ കൂടി നിർബന്ധത്തിന് വഴങ്ങിയാണ് ഡിസ്ചാർജ് ചെയ്തത് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി, ഇന്ന് ഒരു ദിവസം മാത്രമാണ് ആശുപത്രിയിൽ നിന്നും മാറി വീട്ടിലെത്തി അദ്ദേഹത്തിന് താമസിക്കാനായത്. വൈകുന്നേരത്തോടുകൂടി വീണ്ടും ശാരീരിക നില അവശതയിലേക്ക് എത്തുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച് അധിക താമസിക്കുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് തൃശൂർ അമല ആശുപത്രിയിൽ സൂക്ഷിക്കുന്ന മൃതദേഹം നാളെ രാവിലെ 8 മണിയോടുകൂടി തൃശൂർ പൂങ്കുന്നത്തുള്ള അദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടിലേക്ക് എത്തിക്കും. അവിടെ നാളെ 8 മുതൽ 10 വരെ അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം സാംസ്കാരിക നഗരിയുടെ ഒരു നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തും ഒക്കെ അടുത്തിടപെട്ട ഒട്ടേറെ സുഹൃത്തുക്കളുണ്ട്. സാധാരണക്കാരനായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു കലാകാരനായിരുന്നു അദ്ദേഹം എന്നുള്ളതായിരുന്നു തൃശ്ശൂരിനെ സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്മരിക്കുന്ന ഓരോരുത്തരും എടുത്തു പറഞ്ഞ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ഹൃദയബന്ധങ്ങൾ ഒട്ടേറെയുള്ള ഭാവഗായകന്റെ മൃതദേഹം ഭൗതിക ശരീരം നാളെ 10 മുതൽ 12:30 വരെയുള്ള സമയത്ത് തൃശൂർ സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനത്തിന് വെക്കും എന്നുള്ളതാണ് ഔദ്യോഗികമായി ഇപ്പോൾ ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ അറിയിച്ചിട്ടുള്ളത്. 12 മുതൽ 12:30 വരെയുള്ള പൊതുദർശനം സംഗീത നാടക അക്കാദമിയിൽ നടത്തിയതിനു ശേഷം പിന്നീട് പൂങ്കുന്നത്ത് തന്നെയുള്ള തറവാട്ട് വീട്ടിലേക്ക് മൃതദേഹം തിരികെ എത്തിക്കും. 12 മുതൽ മറ്റന്നാൾ 8 മണി വരെയുള്ള സമയത്ത് ഈ പൂങ്കുന്നത്തെ തറവാട്ട് വീട്ടിലായിരിക്കും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുക. ഈ സമയത്ത് രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തുള്ള നിരവധി ആളുകൾ തൃശ്ശൂരിലെ പൂങ്കുന്നത്തെ വീട്ടിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ നാളെ ഇവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും നാളത്തേക്ക് തൃശ്ശൂരിലേക്ക് ഭാവഗായകന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തും. നാളെ ഉച്ചയ്ക്ക് 12:30 മുതൽ വീട്ടിൽ വയ്ക്കുന്ന മൃതദേഹം മറ്റന്നാൾ രാവിലെ 8 മണി വരെയായിരിക്കും തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുക. അതിനുശേഷം തൃശ്ശൂരിൽ നിന്നും എറണാകുളം ജില്ലയിലെ പറവൂരിൽ ചേന്ദമംഗലത്തുള്ള ഇദ്ദേഹത്തിന്റെ തറവാട്ട് വീട്ടിലേക്ക് മൃതദേഹം വിലാപയാത്രയായി കൊണ്ടുപോകും. അവിടെ വെച്ച് പൊതുദർശനം പൂർത്തിയാക്കി വൈകിട്ട് ജനുവരി 11-ന്, അതായത് മറ്റന്നാൾ 11-ന് ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. കുടുംബക്ഷേത്രം അടക്കമുള്ള പുരയിടത്തിലാണ് മൃതദേഹം സംസ്കരിക്കുക. അതുകൊണ്ട് തന്നെ ക്ഷേത്ര നട അടച്ചതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് ബന്ധുക്കളും അടുത്ത വൃത്തങ്ങളും അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഈ തൃശ്ശൂരിൽ തന്നെയായിരിക്കും 2 ദിവസം, അതായത് ഈ മരണം നടന്ന ഇന്ന്
നാളെയുമായി മൃതദേഹം ഉണ്ടാവുക. ഈ സമയത്ത് തന്നെ നിരവധി ആളുകൾ തൃശ്ശൂരിലെത്തിയിരുന്നു. ഒട്ടേറെ ആരാധകരും അടുത്ത സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ ബന്ധുക്കളും അദ്ദേഹത്തെ സ്നേഹിച്ച പൊതുജനങ്ങളുമെല്ലാം തൃശ്ശൂർ മരണവാർത്തയറിഞ്ഞ് തൃശ്ശൂരിലെ അമല ആശുപത്രിയിൽ എത്തിയിരുന്നു. നമുക്കറിയാം, മലയാള സിനിമയിലെ മലയാള ഗാനരംഗത്തെ അതിഗായകന്മാരിൽ ഒരാളായാണ് അറിയപ്പെടുന്നത് പി ജയചന്ദ്രൻ. ചെറിയ പ്രായത്തിൽ തന്നെ 20 വയസ്സിനുള്ളിൽ തന്നെ പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വരികയും 16,000-ലധികം ഗാനങ്ങൾ വിവിധ ഭാഷകളിലായി മലയാളത്തിന് പുറമെ ആലപിക്കുകയും ആ സ്വരമാധുര്യം ഭാഷാന്തരങ്ങൾ പിന്നിട്ടുകൊണ്ട് നിരവധി ആളുകൾ നെഞ്ചേറ്റുകയും ചെയ്തതാണ്. കേരളത്തിന്റെ പുരസ്കാരങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് ഇതിനോടകം സ്വന്തമാക്കിയതാണ്. തമിഴ്നാടിന്റെ സംസ്കാരങ്ങൾ. ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.